നമസ്കാരം. കറന്റ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഓംസ് ലോനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഒരു കണ്ടക്ടറിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആ കണ്ടക്ടർ കൂടെ കടന്നു പോകുന്ന കറൻറ്റിന് പ്രൊപ്പോർഷണലായിരിക്കും. അതായത് വി ഈസ് പ്രൊപ്പോർഷണൽ ടു ഐ. ആ പ്രൊപ്പോർഷനാലിറ്റി സൈൻ മാറ്റി ഒരു കോൺസ്റ്റൻ്റ് ഇടാം. ആ കോൺസ്റ്റൻറ്റിനെയാണ് റെസിസ്റ്റൻസ് എന്ന് പറയും. അങ്ങനെ നമ്മൾ ഓംസ് ലോൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഈ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ റെസിസ്റ്റൻസ് 12.5 ഓം എന്നാണ് ലഭിച്ചത്. ഈ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേറൊരു മാർഗം കൂടിയുണ്ട്. നമ്മുടെ മൾട്ടിമീറ്ററിൽ ഓം മീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീറ്റർ ഉണ്ട്, വോൾട്ട് മീറ്റർ ഉണ്ട്, ആ മീറ്റർ ഉണ്ട്. അതുപോലെ തന്നെ കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാനുള്ള കപ്പാസിറ്റൻസ് മീറ്റർ ഉണ്ട്. അതുപോലെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാനുള്ള ഓം മീറ്ററും മൾട്ടിമീറ്ററിലുണ്ട്. ഇവിടെ 200 ഓം വരെ നമുക്ക് മെഷർ ചെയ്യാം. 2K നിലയിലേക്ക് തിരിക്കുന്ന സമയത്ത് 2K, അതായത് 2000 ഓം വരെ നമുക്ക് മെഷർ ചെയ്യാം. 20K റേഞ്ച് വരുന്നുണ്ട്, 200K വരുന്നുണ്ട്, 2 മെഗാ, 20 മെഗാ. മെഗാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁶ ആണ് കേട്ടോ. മെഗാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 200 മെഗാ ഓം വരെ നമുക്കിതിൽ മെഷർ ചെയ്യാം സാധാ മൾട്ടിമീറ്ററിൽ. അല്ലെങ്കിൽ LCR മീറ്റർ എന്ന് പറഞ്ഞിട്ട് വേറെ മീറ്റർ ഉണ്ട്. അതിൽ വെറും വോൾട്ടേജും കറണ്ടൊന്നും ഇതിൽ മെഷർ ചെയ്യാൻ കഴിയില്ല. ഇതിൽ L എന്ന് പറഞ്ഞിട്ടുണ്ട് ഇൻഡക്റ്റൻസ്. നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നതാണ് ഇൻഡക്റ്റൻസിനെ കുറിച്ച്. ഇൻഡക്റ്റൻസ് മെഷർ ചെയ്യാം, കപ്പാസിറ്റൻസ് മെഷർ ചെയ്യാം, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. LCR മീറ്റർ എന്നാണ് പറയുന്നത്. അപ്പോൾ LCR മീറ്ററിൽ ഇവിടെ റെസിസ്റ്റൻസിൻ്റെ റേഞ്ച് 20 ഓം, അതായത് 1 ഓം മുതൽ 20 ഓം വരെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. 20 ഓം മുതൽ ഇവിടെ 20 മെഗാ ഓം വരെയാണ്. അപ്പോൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ LCR മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് നേരിട്ട് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. റെസിസ്റ്റൻസ് മെഷർ ചെയ്യുന്ന മീറ്ററിനെയാണ് നമ്മൾ ഓം മീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഓം മീറ്റർ വെച്ച് നമുക്ക് എങ്ങനെയാണ് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്കറിയാം ഏകദേശം ഒരു 12.5 അടുത്താണ് നമുക്കിതിൻ്റെ റെസിസ്റ്റൻസ് ഓംസിലോ ഉപയോഗിച്ച് നമുക്ക് ലഭിച്ചത്. ഇവിടെ നമുക്ക് എത്രയാണ് ലഭിക്കുന്നത് നോക്കാം ഓം മീറ്റർ വെച്ച്. അപ്പോൾ നമുക്ക് ഓം മീറ്റർ വെച്ച് ഈ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് 12.36 എന്നാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഏകദേശം ഓംസിലോ വെച്ച്, അതായത് വോൾട്ടേജും കറൻറ്റും കണ്ട് അതിൻ്റെ റേഷ്യോ കണ്ടിട്ടും കാണാം, അല്ലെങ്കിൽ നേരിട്ട് ഓം മീറ്റർ ഉപയോഗിച്ചിട്ട് നമുക്ക് റെസിസ്റ്റൻസ് മെഷർ ചെയ്യാം. ഇനി ഒരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് കഴിഞ്ഞ് ഇനി ആ മെറ്റീരിയലിൻ്റെ കണ്ടക്റ്റൻസ് എത്രയെന്നും കൂടി ചോദിക്കാറുണ്ട്. എന്താ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ കറൻറ്റിനെ കടത്തി വിടുന്ന പ്രോപ്പർട്ടിക്കാണ് കണ്ടക്റ്റൻസ് എന്ന് പറയുക. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റീരിയൽ കറൻറ്റിനെ ബ്ലോക്ക് മീൻസ് എതിർക്കുന്ന പ്രോപ്പർട്ടിക്കാണ് റെസിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രണ്ട് പ്രോപ്പർട്ടിയും പരസ്പരം വിരുദ്ധ. ഒരു മെറ്റീരിയലിന് റെസിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ അതിൽ കണ്ടക്റ്റൻസ് കുറവായിരിക്കും. ഇനി കണ്ടക്റ്റൻസ് കൂടിയ മെറ്റീരിയലിന് റെസിസ്റ്റൻസ് കുറവായിരിക്കും. കണ്ടക്റ്റൻസിനെ G എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. G. അപ്പോൾ G ഈസ് ഈക്വൽ ടു 1/R എന്ന് കൊടുക്കുക. അതായത് റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കലാണ് കണ്ടക്റ്റൻസ്. അപ്പോൾ യൂണിറ്റ് പറയുകയാണെങ്കിലോ, യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് നമുക്കറിയാം ഓം ആണ്. നമുക്ക് ഓം നിലനെ ഈ രീതിയിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓം അല്ലെങ്കിൽ OHM എന്ന് എഴുതാം. അപ്പോൾ കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് അതിൻ്റെ നേരെ തിരിച്ച്, അതായത് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ ഓം റേസ് ടു -1 എന്ന് എഴുതാം. അല്ലെങ്കിൽ ഓം എന്നുള്ളതിനെ തിരിച്ചെഴുതുന്ന സമയത്ത് MHO എന്ന് എഴുതാം. അതായത് മോ. കണ്ടക്റ്റൻസിന്റെ യൂണിറ്റ് മോ അല്ലെങ്കിൽ ഓം റേസ് ടു -1. അതായത് റെസിസ്റ്റൻസ് കൂടിയ മെറ്റീരിയലിന് കണ്ടക്റ്റൻസ് കുറവായിരിക്കും, നേരെ തിരിച്ചു. അപ്പോൾ ഒരു മെറ്റീരിയലിന് കണ്ടക്റ്റൻസ് ഉണ്ട്, അതുകൊണ്ട് ആ മെറ്റീരിയലിനെ കറണ്ട് കടത്തിവിടുന്ന മെറ്റീരിയലിനെ കണ്ടക്ടർ എന്ന് വിളിക്കാം. കണ്ടക്ട് ചെയ്യുന്ന വസ്തുക്കൾക്ക് റെസിസ്റ്റൻസ് ഉണ്ടാവാം. അപ്പോൾ റെസിസ്റ്റൻസിലെ വസ്തുക്കളെ നമുക്ക് എന്ത് വിളിക്കാം? റെസിസ്റ്റർ. അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് പറയാം, കണ്ടക്ടർ എന്ന് വിളിക്കാം അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് വിളിക്കാം. ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് ഏതൊക്കെ കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്?
ഒരു കണ്ടക്ടറിന്റെ നീളം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസിന് എന്താണ് സംഭവിക്കുക? അപ്പോൾ നീളം കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം, നീളം കൂടുന്നതിനനുസരിച്ച് കറണ്ട് പോകുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ എതിർക്കുന്ന ആൾക്കാർ കൂടി വരികയാണ് ചെയ്യുക. അത്രയും നീളം പോകണ്ടേ, കൂടുതൽ നീളം പോകണ്ടേ. അപ്പോൾ കൂടുതൽ നീളം പോകുന്നതിനനുസരിച്ച്, കാരണം ഇതിൽ എതിർക്കുന്നത് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ് മാറിക്കഴിഞ്ഞാൽ അവിടെ അയോൺസ് ഉണ്ടല്ലോ, പോസിറ്റീവ് അയോൺസ് ഉണ്ടല്ലോ. ആ പോസിറ്റീവ് അയോൺസ് ഒക്കെ ഈ ഇലക്ട്രോൺസിനെ കൊളൈഡ് ചെയ്യുക. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം. അയോൺസിനെ കൊളൈഡ് ചെയ്യുന്ന സമയത്താണ് ഈ കറണ്ടിന്റെ ഫ്ലോക്ക് ഒരു തടസ്സം നിൽക്കുന്നത്. അത് നീളം കൂടുന്നതിനനുസരിച്ച് ആ റെസിസ്റ്റൻസ് കൂടുകയാണ് ചെയ്യുക. അപ്പൊ നീളം കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടും. നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ നമുക്ക് ഒരു കണ്ടക്ടർ, ഈ കണ്ടക്ടറിന്റെ നീളം നമുക്ക് മെഷർ ചെയ്യാം. നൂറ് സെന്റിമീറ്റർ, അതായത് 1 മീറ്റർ ആണ്. ഈ കണ്ടക്ടറിന്റെ നീളം 1 മീറ്റർ ആണ്. ഈ 1 മീറ്റർ നീളമല്ല ഈ കണ്ടക്ടർ അല്ലെങ്കിൽ റെസിസ്റ്റർ അല്ലെങ്കിൽ ഈ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 100 സെന്റിമീറ്റർ ആണ്, അതായത് 1 മീറ്റർ ആണ് ഇതിന്റെ ലെങ്ത്. 1 മീറ്റർ നീളമല്ല ഈ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് 5 ഓമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. 5 ഓമാണ് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കണ്ടക്ടറിനേക്കാൾ നീളം കൂടിയ, അതായത് അതിനേക്കാൾ ഇരട്ടി നീളമുണ്ട്, ഏകദേശം 2 മീറ്റർ നീളമാണ് ഇത് വരുന്നത്. ഈ 2 മീറ്റർ നീളമല്ല ഈ മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് എത്രയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഇത് റിമൂവ് ചെയ്തിട്ട് രണ്ടാമത്തെ മെറ്റീരിയൽ വെക്കുന്ന സമയത്ത് 10 ഓമാണ് നമുക്ക് ലഭിച്ചത്. അതായത് നീളം ഡബിൾ ആയപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് എത്രയായിട്ട് മാറി? ഡബിൾ ആയിട്ട് മാറി. ഈ മെറ്റീരിയൽ മാറ്റി 1 മീറ്റർ നീളമുള്ള കണ്ടക്ടറാണ്, പക്ഷെ അതിന് 2 കണ്ടക്ടർ വെച്ചിട്ടുണ്ട്. മീൻസ് അപ്പൊ അതിന്റെ അർത്ഥം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിക്നെസ്, ഏരിയ ഡബിളായി. ലെങ്ത് 1 മീറ്റർ ആണ്, പക്ഷെ ഏരിയ ഡബിളായി, ഏരിയ കൂടി. കാരണം 2 ലെയർ ആയതുകൊണ്ടാട്ടോ ഏരിയ കൂടിയത്. അപ്പൊ ഇതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ് നമുക്ക് നോക്കാം. ഏരിയ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസിന് എന്താണ് സംഭവിക്കുക? ഇവിടെ നോക്കൂ, ഇവിടെ റെസിസ്റ്റൻസ് ഏകദേശം 2.5 2.5 നമുക്ക് ലഭിച്ചത്. അതായത് 5 ഓമിന്റെ നേരെ പകുതി ആണ് അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടിയത്. അപ്പോൾ ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്ത എക്സ്പെരിമെന്റിൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നതായിട്ടാണ് കണ്ടത്. അതായത് 1 മീറ്റർ നീളമുള്ള സമയത്ത് അതിന്റെ റെസിസ്റ്റൻസ് 5 ഓം ആയിരുന്നു. ലെങ്ത് ഡബിൾ ആയപ്പോൾ, അതായത് 2 മീറ്റർ ആയപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് 10 ഓമായി. അതായത് ലെങ്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടുന്നുണ്ട്. അപ്പൊ നമുക്കതിനെ മാത്തമാറ്റിക്കലി നമുക്ക് എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ലെങ്ത്. ഇനി രണ്ടാമത് ചെയ്ത എക്സ്പെരിമെന്റ് 1 മീറ്റർ തന്നെയാണ്, പക്ഷെ അതിന്റെ ഏരിയ ഡബിളായി. ഏരിയ കൂടിയപ്പോൾ 5 ഓം എന്നുള്ളത് 2.5 ഓമായി കുറയുകയാണ് ചെയ്തത്. അതായത് ഏരിയ കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അതിനെ മാത്തമാറ്റിക്കലി എങ്ങനെ എഴുതാം? റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഏരിയ കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കുറയുകയാണ് ചെയ്യുക. അപ്പൊ നമുക്കിത് രണ്ടും കൂടി ക്ലബ് ചെയ്ത് ഒരുമിച്ച് എഴുതുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? R ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ. ഇവിടെ ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് ഇടാം. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസിനെ ഇങ്ങനെ എഴുതാം, R ഇസ് ഈക്വൽ ടു, ആ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റി നമുക്കൊരു കോൺസ്റ്റന്റ് ഇടാം. ആ കോൺസ്റ്റന്റിനെ റോ എന്ന് എഴുതാം. അപ്പോൾ R ഇസ് ഈക്വൽ ടു റോ ഇൻറ്റു L ഡിവൈഡഡ് ബൈ A. ഈ റോനെ പറയുന്ന പേരാണ് റെസിസ്റ്റിവിറ്റി. അപ്പോ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റൻസ് 3 കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ആ മെറ്റീരിയലിന്റെ ലെങ്ത്,
2 അതിൻ്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, 3 ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി. അപ്പോൾ ഈ റെസിസ്റ്റിവിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് നമുക്കൊരു മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി മെഷർ ചെയ്യുക? അപ്പോൾ നമുക്ക് ഇതിന്ന് ഈ ഒരു ഇക്വേഷൻ നമുക്ക് റെസിസ്റ്റിവിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മുടെ എക്സ്പെരിമെൻറ്റിൽ ഓംസ് ലോ എന്ന് പറഞ്ഞാൽ എക്സ്പെരിമെൻറ്റ് നടത്തി ഒരു മെറ്റീരിയലിൻ്റെ ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി പറയും. അത് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ കണ്ടക്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ചോദിക്കാം. അല്ലെങ്കിൽ ചോദിക്കുന്നത് റെസിസ്റ്റൻസ് കണ്ടുപിടിച്ച് ആ മെറ്റീരിയലിൻ്റെ റെസിസ്റ്റിവിറ്റി എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെസിസ്റ്റിവിറ്റി നമ്മൾ മെഷർ ചെയ്യുക? അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ഇതെന്ന് റെസിസ്റ്റിവിറ്റി റോ ഇസ് ഈക്വൽ ടു, ഇത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്ന സമയത്ത് എ അങ്ങോട്ട് വരും. അപ്പോൾ ആർ എ എൽ താഴത്തേക്ക് വരും. അപ്പോൾ ആർ എ ഡിവൈഡഡ് ബൈ എൽ. ഇതാണ് റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ ഈ 1 മീറ്റർ ലെങ്ത്തുള്ള വയറിന്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം. ലെങ്ത് 1 മീറ്റർ ആയിട്ടുള്ള വയർ, ആ വയറിന്റെ റെസിസ്റ്റൻസ് നമുക്ക് ലഭിച്ചത് 5 ഓം ആയിരുന്നു. അപ്പോൾ ആറ് നമുക്കറിയാം, എല്ലാം അറിയാം. ഏരിയ, ഈ വയറിന്റെ ഏരിയ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? അപ്പൊ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ ഈ വയറിന്റെ തിക്നെസ് കണ്ടുപിടിക്കാം. തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഡയമീറ്റർ. അപ്പൊ നമുക്ക് സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ട്, അപ്പൊ നിങ്ങളിത് സ്ക്രൂ ഗേജ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഒരു പക്ഷെ നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഈ വർഷം നിങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ സ്ക്രൂ ഗേജ് ഉപയോഗിച്ച്, അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പറയുന്നില്ല, സ്ക്രൂ ഗേജ് വെച്ച് നമുക്ക് തിക്നെസ് കണ്ടോ നേരിട്ട് നമുക്ക് നോക്കാം. 40 ആണ് അതിന്റെ HSR, അതായത് 40 എന്ന് പറയുമ്പോൾ 0.40. അപ്പൊ ഇതിന്റെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വയറിന്റെ ക്രോസ് സെക്ഷൻ ഇതാ ഈ ഒരു അളവ് 0.40 മില്ലിമീറ്റർ എന്നാണ് ലഭിച്ചത്. അപ്പൊ നമുക്ക് ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ നേരെ പകുതി തന്നെ, അതിന്റെ റേഡിയസ് നോക്കാം. റേഡിയസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ആയിരിക്കും ഉണ്ടാവുക? 40.4 മില്ലിമീറ്ററിന്റെ പകുതി, ഹാഫ് എത്രയാണ് വരുന്നത്? അപ്പൊ R is equal to 0.20 മില്ലിമീറ്റർ എന്ന് വരും. അപ്പൊ നമുക്ക് റേഡിയസ് അറിയെങ്കിൽ ഇതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക? ഏരിയ is equal to A is equal to pi r square. പൈ എന്നുള്ളതിന് പകരം നമുക്ക് 3.14 എന്ന് എഴുതാം. ആർ എന്നുള്ളതിന് പകരം 0.20 മില്ലിമീറ്റർ എന്നുള്ളത് മീറ്റർക്ക് മാറ്റുന്ന സമയത്ത്, ഒരു മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10⁻³ മീറ്ററാ. അപ്പൊ നമുക്ക് മില്ലിമീറ്റർ എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 10⁻³ എന്ന് എഴുതാം. ആർ സ്ക്വയർ ഉണ്ട്, അപ്പൊ നമുക്ക് ഇതിന്റെ സ്ക്വയർ എന്ന് എഴുതാം. 3.14 ഇൻറ്റു 0.20 ഇൻറ്റു 10⁻³ ഹോൾ സ്ക്വയർ is equal to 3.14. 0.20 സ്ക്വയർ 4.04 എന്ന് കിട്ടും. 0.20 സ്ക്വയർ ഇൻറ്റു 10⁻³ സ്ക്വയർ എന്ന് പറയുമ്പോൾ -3 ഇൻറ്റു 2 -6 വരും. 10⁻⁻6 3.14 ഇൻറ്റു 0.04 is equal to 0.125 ഇൻറ്റു 10⁻⁻6. അപ്പൊ നമുക്ക് ഏരിയ കിട്ടുന്നത് 0.1256 റൗണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 0.126 എന്ന് എഴുതാം. 0.126 ഇൻറ്റു 10⁻⁻6 മീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് ലഭിക്കും. അപ്പൊ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടി, ഏരിയ കിട്ടി, ലെങ്ത്തും കിട്ടി. നമുക്കിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? റെസിസ്റ്റിവിറ്റി കിട്ടും. നമുക്ക് നോക്കാം. ആറിന്റെ വാല്യൂ 5 ഓം എന്നാണ് കിട്ടിയിട്ടുള്ളത്. ഏരിയ 0.126 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ ലെങ്ത് 1 മീറ്റർ എന്നാണ് ലഭിച്ചത്. 5 ഇൻറ്റു 0.126 is equal to 0.63 divided by 1 എന്ന് പറഞ്ഞാൽ 0.63 തന്നെയാണ്. 0.63 ഇൻറ്റു 10⁻⁻6
ഒന്ന് നന്നാക്കി എഴുതാണെങ്കിൽ 6.3 ഇൻറ്റു 10⁻⁻7 റെസിസ്റ്റിവിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ്. അപ്പൊ ഇത്രയാണ് 6.3 ഇൻറ്റു 10⁻⁻7 എന്നാണ് നമുക്ക് റെസിസ്റ്റിവിറ്റി കിട്ടിയത്. ഇനി നമുക്ക് യൂണിറ്റും കൂടി എഴുതണം. കാരണം റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ പുതുതായിട്ട് പഠിക്കുക. ആ ഫിസിക്കൽ ക്വാണ്ടിറ്റിക്ക് ഒരു യൂണിറ്റ് ഉണ്ടാവും. എന്തായിരിക്കും അതിന്റെ യൂണിറ്റ്? നമുക്ക് ഇക്വേഷൻ തന്നെ നോക്കാം. റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് എന്താണ് വരിക? ഓം. ഏരിയയുടെ യൂണിറ്റ് എന്താണ് വരിക? മീറ്റർ സ്ക്വയർ. ഡിവൈഡഡ് ബൈ ലെങ്ത്തിന്റെ യൂണിറ്റ് എന്താണ് വരിക? മീറ്റർ. മീറ്റർ സ്ക്വയർ മീറ്റർ വെട്ടിയപ്പോൾ നമുക്ക് ഓം മീറ്റർ. അതായത് റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് നമുക്ക് എത്രയാണ് കിട്ടുക? ഓം മീറ്റർ എന്നാണ് ലഭിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി, നമ്മൾ ചെയ്ത മെറ്റീരിയലിന്റെ റെസിസ്റ്റിവിറ്റി നമുക്ക് കിട്ടിയത് 6.3 ഇൻറ്റു 10⁻⁻7 ഓം മീറ്റർ എന്നാണ്. ഇനി നമ്മൾ ലെങ്ത് കൂടിയ മെറ്റീരിയൽ എടുത്തു, അതായത് ഇതിന്റെ ഡബിൾ ഇരട്ടി. അതായത് രണ്ടാമത്തെ മെറ്റീരിയലിന്റെ നമുക്കൊന്ന് നോക്കി നോക്കാം. അതായത് ലെങ്ത് 2 മീറ്റർ ആയപ്പോൾ അതിന്റെ റെസിസ്റ്റൻസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? 10 ഓം ആണ് ലഭിച്ചത്. ഓക്കെ. ഏരിയ കാരണം സെയിം തിക്നെസ്സിലെ വയർ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഏരിയ എത്രയാണ് നമുക്ക് കിട്ടുക? A is equal to 0.126 ഇൻറ്റു 10⁻⁻6 തന്നെയാണ് ലഭിക്കുക. അപ്പൊ നമ്മളിത് ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ρ is equal to RA ഡിവൈഡഡ് ബൈ L എന്നാണ്. സെയിം ഇക്വേഷൻ. അതായത് നമുക്ക് ലെങ്ത് മാറുമ്പോഴോ അല്ലെ ഏരിയ കൂടുമ്പോഴോ ഒക്കെ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ റെസിസ്റ്റിവിറ്റിക്ക് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ലെങ്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും, നമ്മൾ കണ്ടതാണ്. പക്ഷെ റെസിസ്റ്റിവിറ്റിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ R എന്നുള്ളതിന് പകരം നമുക്ക് എന്ത് എഴുതാം? 10 ഓം എന്ന് എഴുതാം. ഏരിയ നമ്മൾ മുന്നേ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ് 0.126 യൂണിറ്റ് ലാസ്റ്റ് എഴുതാം നമുക്ക്. 0.126 ഇൻറ്റു 10⁻⁻6 ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയായി? 2 മീറ്റർ ആയി. അപ്പോൾ നമുക്ക് 10 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തിനാണ് കിട്ടുക? 5 തന്നെ കിട്ടാം. അപ്പോൾ നമ്മൾ മുന്നേ ചെയ്ത അതേ ഇക്വേഷൻ, അതായത് 5 ഇൻറ്റു 0.126 ഇൻറ്റു 10⁻⁻6 അതേ ആൻസർ തന്നെയാണ് നമുക്ക് ലഭിക്കുക. അതായത് 6.3 ഇൻറ്റു 10⁻⁻7 ഓം മീറ്റർ തന്നെയാണ് ലഭിക്കുക. അതായത് ലെങ്ത് കൂടിയാലും റെസിസ്റ്റിവിറ്റിക്ക് മാറ്റല്ല. റെസിസ്റ്റൻസ് കൂടും, പക്ഷെ റെസിസ്റ്റിവിറ്റിക്ക് ചേഞ്ച് ഇല്ല. ഇനി നമുക്ക് ഏരിയ ഡബിൾ ആക്കിയപ്പോൾ നമുക്ക് ഇക്വേഷനിൽ എന്താണ് സംഭവിച്ചത്? ഏരിയ ഡബിൾ ആക്കിയപ്പോൾ 0.126 എന്നുള്ളത് നേരെ അതിന്റെ ഡബിൾ ഏരിയ ആയിട്ട് വരും. അപ്പോൾ ഇവിടെ ഏരിയ എന്നുള്ളത് ഇതിന്റെ ഡബിൾ ആയിട്ട് വരും, 2 ടൈംസ് ആയിട്ട് വരും. പക്ഷെ ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? റെസിസ്റ്റൻസ് ഹാഫായി. അപ്പൊ ഇവിടെ ഡബിൾ ആയതിന് പകരം ഇവിടെ ഹാഫായി. അപ്പൊ നെറ്റ് ഇഫക്റ്റ് എന്താണ്? സെയിം ആണ്. കാരണം ഏരിയ കൂടിയപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കുറഞ്ഞു? റെസിസ്റ്റൻസ് കുറഞ്ഞു. അപ്പോഴും റെസിസ്റ്റിവിറ്റിക്ക് യാതൊരു ചേഞ്ചും വരില്ല. അപ്പൊ മെറ്റീരിയലിന്റെ ഡയമെൻഷൻ ഒരിക്കലും എന്തിനെ ബാധിക്കുന്നില്ല? റെസിസ്റ്റിവിറ്റിനെ ബാധിക്കുന്നില്ല. ഓക്കെ. ആ റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ആ മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടിയാണ്. ഇനി നമുക്ക് റെസിസ്റ്റിവിറ്റി കൂടുതൽ പിന്നെ എന്താണ് റെസിസ്റ്റിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കൊന്നും കൂടി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. റെസിസ്റ്റിവിറ്റി പിന്നെ എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കറണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓംസ് ലോ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് കറണ്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നത് റിയോസ്റ്റാറ്റ് ആയിരുന്നു. ഇതാണ് റിയോസ്റ്റാറ്റ്. ഈ റിയോസ്റ്റാറ്റിൽ ഇവിടെ മുതൽ ഇതുവരെ ഒരു റെസിസ്റ്റൻസ് വയർ ചുറ്റിയിരിക്കുക. ഇനി ഇവിടെ ഒരു മൂവിങ് കോണ്ടാക്റ്റ് ഉണ്ട്, ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് എവിടെയാണോ നമ്മൾ കൊടുന്നു വെക്കുന്നത്, ഇപ്പോൾ ഇവിടെയാണ് കൊടുന്നു വെക്കുന്നതെങ്കിൽ ഇവിടെ നിന്നുള്ള റെസിസ്റ്റൻസ് കറണ്ട് ഇങ്ങനെ കടന്നുപോയി ഇതുവരെ എത്തി, പിന്നെ ഈ വഴിക്കാണ് പിന്നെ അത് പോവുക. കാരണം സർക്യൂട്ടിൽ ഇത്രയും റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. ഒന്നുകൂടി ഇങ്ങോട്ട് നീക്കി, അപ്പോൾ ഇത്രയും ലെങ്ത്തിലൂടെ കറണ്ട് കടന്നു പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ നീക്കുന്നതിനനുസരിച്ച് ലെങ്ത്ത്, ഈ റെസിസ്റ്റർ വയറിൻ്റെ ലെങ്ത്ത് സർക്യൂട്ടിൽ കൂടുകയാണ് ചെയ്യുക. ലെങ്ത്ത് കൂടുമ്പോൾ എന്ത് കൂടും? റെസിസ്റ്റൻസ് കൂടും. അത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലാണ് പഠിച്ചത്. അതായത് ഒരു റെസിസ്റ്റൻസ് വയറിൻ്റെ ലെങ്ത്ത് കൂടുമ്പോൾ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? സർക്യൂട്ടിലെ കറണ്ട് കുറയും. ആ രീതിയിലാണ് ഒരു റിയോസ്റ്റാറ്റ് നമ്മൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നത്.
ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിക്കാം. ഓക്കെ, ഇവിടെ റിയോസ്റ്റാറ്റിൽ ഞാനിവിടെ ഫിക്സ്ഡ് എൻഡിൽ രണ്ടും ഞാൻ ഫിക്സ്ഡ് എൻഡിലാണ് കൊടുക്കുന്നതെന്ന് കരുതുക. ഓക്കെ, ഏകദേശം നമുക്ക് 60 ഓമാണ് നമുക്കിപ്പോൾ റെസിസ്റ്റൻസ് കിട്ടുന്നത്. അത് ഫിക്സഡായി നമുക്ക് ഇത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചൊന്നും അവിടെ യാതൊരു മാറ്റം വരില്ല, കാരണം രണ്ടും ഫിക്സഡ് എൻഡിലാണ് കൊടുക്കുന്നതെങ്കിൽ. ഇനി നമുക്ക് ഈ വയറ് ഒന്ന് ഫിക്സഡ് എൻഡിലും കൊടുത്തു, രണ്ടാമത്തെ എൻഡ് ഈ വേരിയബിൾ എൻഡിൽ കൊടുക്കുന്ന സമയത്ത് ഇവിടെ നോക്കൂ, ഇപ്പോൾ റെസിസ്റ്റൻസ് 10 ഓമാണ് കാണിക്കുന്നത്. ഇനി ഞാൻ ഈ സ്ലൈഡർ ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് 16 ഓമായി റെസിസ്റ്റൻസിൻ്റെ വാല്യൂ കൂടി കൂടി വരികയാണ്. സ്ലൈഡർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഈ റെസിസ്റ്റർ വയറിൻ്റെ ലെങ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. ഇതേപോലുള്ള ഒരു ടെക്നോളജിയാണ് ഈ വേരിയബിൾ റെസിസ്റ്ററിലും ഉപയോഗിക്കുന്നത്. ഇവിടെ 3 പോയിന്റുകളുണ്ട്. ഫിക്സഡ് എൻഡാണ്, നടുവത്തെ പോയിന്റാണ് വേരിയബിൾ എൻഡ്. ഈ നോബ് തിരിക്കുന്നതിനനുസരിച്ചിട്ടാണ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുക. ഇതൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊരു ഡിവൈസ് ആക്കി മാറ്റിയത്. നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു വേരിയബിൾ റെസിസ്റ്റർ, ഇത് ഇവിടെ ഈ 2 പോയിന്റാണ് ഫിക്സഡ് പോയിന്റ്. ഇപ്പോൾ അവിടെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം 1 കിലോ ഓം ആണ് കിട്ടുന്നത്. ഈ സമയത്ത് ഈ നോബ് തിരിക്കുന്ന സമയത്ത് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല, കാരണം 2 അറ്റം ഫിക്സഡ് എൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു എൻഡ് ഫിക്സഡ് എൻഡിലും മറ്റൊരു ഭാഗം വേരിയബിൾ പോയിന്റിലുമാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നോക്കൂ, ഇപ്പോൾ ഏറ്റവും റെസിസ്റ്റൻസ് കുറഞ്ഞൊരു സമയമാണ്. ഇനി നോബ് തിരിക്കുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടി കൂടി വരികയാണ് ചെയ്യുന്നത്. 0.5 കിലോ ഓം, ഓക്കെ 0.6 കിലോ, 0.6, 0.7 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.7 കിലോ ഓം എന്ന് പറഞ്ഞാൽ 700 ഓമാണ്. ഓക്കെ, ഇവിടെ നോബ് തിരിക്കുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കൂടി കൂടി വരും. അപ്പോൾ ഇവിടെ എല്ലാം അപ്ലൈ ചെയ്യുന്നത് ഇന്ന് പഠിച്ച, അതായത് ലെങ്ത്ത് കൂടുന്ന സമയത്ത് റെസിസ്റ്റൻസ് കൂടും എന്നുള്ള ആ ഒരു തിയറിയാണ് ഈ റിയോസ്റ്റാറ്റിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ റിയോസ്റ്റാറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് സർക്യൂട്ടിൽ കണ്ടിന്യൂസ് ആയി റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കണ്ടിന്യൂസ് ആയിട്ട് റെസിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് സർക്യൂട്ടിലത്തെ കറൻറ്റ് ചേഞ്ച് ചെയ്യും. അതായത് റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കറൻറ്റ് കുറയും. എങ്ങനെയാണ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുന്നത്? റെസിസ്റ്റൻസ് വയറിൻ്റെ ലെങ്ത്ത് കൂട്ടുന്നതിനനുസരിച്ച്, സർക്യൂട്ടിൽ ഈ റെസിസ്റ്റൻസ് വയറിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് സർക്യൂട്ടിലെ റെസിസ്റ്റൻസ് കൂടും. റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് കറൻറ്റ് കുറയും. ആ ഒരു തിയറിയാണ് നമ്മൾ റിയോസ്റ്റാറ്റിൻ്റെ വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതോടെ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.